നമസ്കാരം. നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിലേക്ക് വെളിച്ചം വീശുന്ന അത്യപൂർവമായ ഒരു കണ്ടെത്തലിലൂടെ ശാസ്ത്രലോകം ഇപ്പോൾ വലിയൊരു ആവേശത്തിലാണ്. 2025 ജൂലൈ 1 ചിലിയിലെ അറ്റ്ലസ് സർവേ ടെലസ്കോപ്പ് വഴിയാണ് ശാസ്ത്രജ്ഞർ 3A അറ്റ്ലസ് എന്ന ബഹിരാകാശ വസ്തുവിനെ ആദ്യമായി കാണുന്നത്. സൗരയൂഥത്തിന് പുറത്തുനിന്നും എത്തുന്ന മൂന്നാമത്തെ മാത്രം അന്തർനക്ഷത്ര വസ്തു എന്ന നിലയിലാണ് ഇത് ആദ്യം ശ്രദ്ധിക്കപ്പെട്ടത് എങ്കിലും തുടർന്ന് അങ്ങോട്ട് ഈ വസ്തുവിനെക്കുറിച്ച് പുറത്തു വന്ന വിവരങ്ങൾ പ്രപഞ്ച ശാസ്ത്രജ്ഞരെ ഒന്നടങ്കം അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. സാധാരണ ധൂമകേതുക്കളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ പാതയും അതിവേഗതയും പ്രകടിപ്പിച്ച ഈ പ്രപഞ്ച വിസ്മയം കേവലം ഒരു പാറക്കഷ്ണമല്ല എന്നും അതിനു പിന്നിൽ അന്യഗ്രഹ ജീവികളുടെ സാങ്കേതിക വിദ്യ ഉണ്ടാകാം എന്നുമുള്ള കൗതുകകരമായ ചർച്ചകൾക്ക് പോലും ഇത് വഴി തുറന്നു. എന്നാൽ ഇപ്പോഴത്തെ ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഗവേഷകർ നടത്തിയ ഏറ്റവും പുതിയ പഠനങ്ങൾ ഈ ധൂമകേതുവിനെക്കുറിച്ച് ഇതിലും വിപ്ലവാത്മകമായ മറ്റൊരു സാധ്യതയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമ്മുടെ സൂര്യൻ ജനിക്കുന്നതിനും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, അതായത് ഏകദേശം 700 കോടി വർഷങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട ഒന്നാകാം ഈ ധൂമകേതു എന്നാണ് പുതിയ കണ്ടെത്തൽ. നമ്മുടെ സൗരയൂഥത്തിൻ്റെ ആകെ പ്രായം 4.6 ബില്യൺ വർഷം മാത്രമാണ് എന്നിരിക്കെ അതിനേക്കാൾ എത്രയോ പുരാതനമായ ഒന്നാണ് ഇതെന്ന നിഗമനം മനുഷ്യൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ധൂമകേതുവായി ഇതിനെ മാറ്റിയേക്കാം. ഈ ധൂമകേതുവിൻ്റെ കണ്ടെത്തലിന് പിന്നാലെ ഹാർവർഡ് സർവകലാശാലയിലെ പ്രശസ്ത ആസ്ട്രോഫിസിസ്റ്റ് A.V. ലോബ്സ് ഉയർത്തിയ വാദങ്ങളാണ് ഇതിനെ ആഗോളതലത്തിൽ വലിയ ചർച്ചാ വിഷയമാക്കിയത്. ഈ വസ്തുവിൻ്റെ അസാധാരണമായ വേഗതയും കുത്തനെയുള്ള സഞ്ചാരപഥവും വെറുമൊരു പ്രകൃതിദത്ത ധൂമകേതുവിൻ്റേതാകാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം വാദിച്ചു. ഫെർമി പാരഡോക്സിൻ്റെ പശ്ചാത്തലത്തിൽ ഇതൊരു പക്ഷേ അന്യഗ്രഹ ജീവികളുടെ ഒരു സാങ്കേതിക നിർമ്മിതിയോ അല്ലെങ്കിൽ ഭൂമിയെയും മറ്റ് ഗ്രഹങ്ങളെ നിരീക്ഷിക്കാൻ അയച്ചിട്ടുള്ള ഒരു അന്തർനക്ഷത്ര പേടകമോ ആക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം തൻ്റെ ഗവേഷണ പ്രബന്ധത്തിലൂടെ വ്യക്തമാക്കി. ഈ ധൂമകേതു സൗരയൂഥത്തിലൂടെ കടന്നുപോയപ്പോൾ ശുക്രൻ, ചൊവ്വ, വ്യാഴം എന്നീ ഗ്രഹങ്ങളോട് വളരെ അടുത്തുകൂടിയാണ് സഞ്ചരിച്ചത് എന്നും ഭൂമിയിൽ നിന്നും പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത രീതിയിൽ ഗ്രഹങ്ങളെ നിരീക്ഷിക്കാൻ പാകത്തിലുള്ളതായിരുന്നു ഈ പാതയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സൂര്യനോട് ഏറ്റവും അടുത്തു വന്ന ഘട്ടത്തിൽ ഇതിൻ്റെ വേഗതയിൽ പ്രൊപ്പൽഷൻ സംവിധാനങ്ങളുടേതിന് സമാനമായൊരു അദൃശ്യ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ടാകാമെന്ന നിഗമനവും വലിയ ജനശ്രദ്ധ ആകർഷിച്ചു. പുറമേ ഒരു സാധാരണ പാറ പോലെ തോന്നാമെങ്കിലും ഉള്ളിൽ വികസിത സാങ്കേതിക വിദ്യ ഒളിപ്പിച്ചിരിക്കുന്ന ഒരു ട്രോജൻ ഹോഴ്സാകാം ഇതെന്ന A.V. ലോബിൻ്റെ സിദ്ധാന്തം ഭൂരിഭാഗം ജ്യോതിശാസ്ത്രജ്ഞരും അംഗീകരിച്ചിട്ടില്ല എങ്കിലും ഇതിൻ്റെ സവിശേഷതകൾ അതീവ പ്രാധാന്യമുള്ളതാണെന്ന് അവർ സമ്മതിച്ചു. ശാസ്ത്രലോകത്തെ ഈ വലിയ തർക്കങ്ങൾക്കിടയിലാണ് ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ മാത്യു ഹോപ്കിൻസ്, പ്രൊഫസർ ക്രിസ് ലുൻഡോട്ട് എന്നിവർ ന്യൂസിലൻഡിലെ കാൻബറി സർവകലാശാലയിലെ ഗവേഷകരുമായി ചേർന്ന് വികസിപ്പിച്ചെടുത്ത ഔട്ടാട്ടാഹി ഓക്സ്ഫോർഡ് മോഡൽ വഴി പുതിയൊരു വിശകലനം നടത്തുന്നത്. ബഹിരാകാശ വസ്തുക്കളുടെ സഞ്ചാരപഥം വിലയിരുത്തി അവ എവിടെ നിന്ന് ഉത്ഭവിച്ചു എന്നും അവയ്ക്ക് എത്ര പഴക്കമുണ്ടാകാമെന്നും കണക്കാക്കുന്ന ഒന്നാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡൽ. ഈ മാതൃക ഉപയോഗിച്ച് 3A അറ്റ്ലസിനെ നിരീക്ഷിച്ചപ്പോൾ ഗവേഷകരെ പോലും അമ്പരപ്പിക്കുന്ന ഫലങ്ങളാണ് ലഭിച്ചത്. ഈ ധൂമകേതുവിന് നമ്മുടെ സൗരയൂഥത്തേക്കാൾ പ്രായമുണ്ടാക്കാൻ 2% സാധ്യതയുണ്ട് എന്നാണ് ഈ മോഡൽ വ്യക്തമാക്കുന്നത്. ശാസ്ത്രീയമായ കണക്കുകൂട്ടലുകൾ പ്രകാരം ഇതിൻ്റെ പ്രായം ഏതാണ്ട് 700 കോടി വർഷങ്ങളാണ്. റോയൽ ആസ്ട്രോണമിക്കൽ സൊസൈറ്റി പുറത്തുവിട്ട പ്രസ്താവനയിൽ മനുഷ്യ ചരിത്രത്തിൽ ഇതുവരെ നിരീക്ഷിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ ധൂമകേതുവായിരിക്കാം ഇതെന്ന് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ ആകാശഗംഗയായ ക്ഷീരപഥത്തിൻ്റെ അഥവാ മിൽക്കി വേയുടെ തിക് ഡിസ്ക് എന്ന് വിളിക്കപ്പെടുന്ന പുരാതനമായ നക്ഷത്ര സമൂഹങ്ങളിൽ നിന്നാകാം ഇതിൻ്റെ വരവ് എന്നാണ് ഇപ്പോൾ ഇതിൻ്റെ കുത്തനെയുള്ള സഞ്ചാരപഥം നൽകുന്ന സൂചന. സൗരയൂഥം രൂപപ്പെടുന്നതിന് മുൻപുള്ള പ്രപഞ്ച സാഹചര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു സുവർണാവസരമാണ് ഈ ധൂമകേതു. നക്ഷത്രങ്ങൾ രൂപപ്പെടുന്ന പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കുകളിലെ അതിപുരാതനമായ പദാർത്ഥങ്ങളെ ധൂമകേതുക്കൾ അതേപടി നിലനിർത്താറുണ്ട്. പ്രാഥമിക നിരീക്ഷണങ്ങൾ പ്രകാരം ഈ ധൂമകേതുവിൽ വലിയ അളവിൽ ജലമഞ്ഞും ബാഷ്പീകരിക്കപ്പെടുന്ന മറ്റ് അസ്ഥിര സംയുക്തങ്ങളും അടങ്ങിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കെമിക്കൽ ഘടനയെക്കുറിച്ച് നടത്തുന്ന വിശദമായ പഠനങ്ങൾ വഴി സൂര്യൻ്റെ ജനനത്തിന് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രപഞ്ചത്തിൽ നിലനിന്നിരുന്ന രാസസാഹചര്യങ്ങളെക്കുറിച്ചും ക്ഷീരപഥത്തിൻ്റെ പരിണാമത്തെക്കുറിച്ചും നിർണായകമായ അറിവുകൾ നേടാൻ സാധിക്കും. ഈ പ്രായം ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിൻ്റെ അടിസ്ഥാനത്തിലുള്ള സാധ്യത മാത്രമാണെന്നും അന്തിമമായ സ്ഥിരീകരണമല്ലെന്നും ശാസ്ത്രജ്ഞർ ഓർമ്മിപ്പിക്കുന്നുണ്ട് എങ്കിലും വരുംകാല പഠനങ്ങൾക്ക് ഇത് വലിയൊരു വഴിത്തിരിവാണ്. 2017 കണ്ടെത്തിയ അമുവാമുവയ്ക്കും ബോറിസോവിനും ശേഷം നമ്മുടെ സൗരയൂഥം സന്ദർശിക്കുന്ന മൂന്നാമത്തെ അതിഥിയാണ് ഈ അറ്റ്ലസ് ധൂമകേതു. ചിലിയിൽ പ്രവർത്തനം ആരംഭിച്ച വെരാസി റൂബിൻ ഒബ്സർവേറ്ററി പോലെയുള്ള അത്യാധുനിക ദൂരദർശിനികൾ വഴി വരും വർഷങ്ങളിൽ ഇത്തരം കൂടുതൽ അന്തർനക്ഷത്ര വസ്തുക്കളെ കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 3A അറ്റ്ലസ് നമ്മുടെ സൗരയൂഥത്തോട് വിട പറഞ്ഞ് തിരികെ വരാത്ത ഒരു യാത്രക്കായി അന്തർനക്ഷത്ര ബഹിരാകാശത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ചെറിയ സന്ദർശനത്തിനിടയിൽ അത് ഭൂമിയിലെ ശാസ്ത്രജ്ഞർക്ക് കൈമാറിപ്പോയ വിവരങ്ങൾ
വരും തലമുറകൾക്ക് പ്രപഞ്ചത്തിൻ്റെ ഭൂതകാല രഹസ്യങ്ങളിലേക്ക് വെളിച്ചം വീശാൻ പോകുന്ന അത്രയും വിലപ്പെട്ടതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമൈ TV.